എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറച്ച് ചൂര കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മുളകിട്ട് കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ചൂര നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാവട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മൂത്ത് വരുന്നതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേണ്ട, കുറച്ച് ഉപ്പ്. ഇനി നമുക്ക് ഇളക്കിയിട്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, സാധാ മുളക് പൊടിയല്ല, കാശ്മീരിയാണ്. അതുകൊണ്ട് ഇച്ചിരി എരി കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിനി ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് കുടംപുളി ഇട്ട് കൊടുക്കാം. ഒരു 3 അല്ലി. ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഗ്രേവി വേണം, നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. കണ്ട ഈ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ മുറിച്ചിട്ടേക്കുന്നത്. തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. നമുക്കിതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം. ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടേക്കുന്നത്. അതിന് തീ കുറച്ച് ചെറിയ തീയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നമ്മളെ കറി ഒരുവിധം പറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സാധനം കൂടെ ഇട്ട് കൊടുക്കാം, പൊടികളും കൂടെ. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു കുറച്ച് കുരുമുളക് പൊടി, ഒരു കുറച്ച് വെളിച്ചെണ്ണ, 2 തണ്ട് കറിവേപ്പില. ഇനി ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടുപ്പിലിരിക്കട്ടെ.
2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളകിട്ട ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് നല്ല ചീനിയുടെയും ചോറും തോരനും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ചോറും ചീനിയും തോരനും കുറച്ച് മോരും ഒഴിക്കാം. അതിലേക്ക് നമ്മളെ ചൂരക്കറി ഒഴിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആ ചീനിയുടെ പുറത്ത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചോറും ചീനിയും തോരനും മോരും എല്ലാം കൂടെ നല്ല ചൂടുണ്ട്. ഒക്കെ ഇളക്കി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. സൂപ്പറാ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.